Welcome to BTech Med EC. നമ്മളിവിടെ ട്രിപ്പിൾ EC AE CS കാർക്ക് വേണ്ടിയിട്ടുള്ള മൈക്രോപ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സിൻ്റെ 8051 എന്ന മൈക്രോ കൺട്രോളറിൻ്റെ ടൈമർ ആൻഡ് കൗണ്ടർ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈമർ ആൻഡ് കൗണ്ടർ. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം ടൈമർ എന്ന് നോക്കാം. ടൈമർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ക്ലോക്ക് ആണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ക്ലോക്ക് which is used to measure the time intervals. Measure the time intervals. That is, a timer is a specialized type of clock that is used to count from 0 upward for measuring the time elapsed. Is often called as a stopwatch. It is a device that counts down from a specified time interval and used to generate a time delay. For example, an hourglass in a timer. So, generally, timer is a type of clock that is used to measure or count from 0 upwards for measuring the time elapsed. And counter is a device that stores the number of times a particular event or process occurred. Number of events occurred. The counter is used to count the events happening outside the microcontroller. In electronics, these counters can be implemented quite easily using register type circuits such as flip-flops. Then what is the difference between a timer and a counter? The main difference is, first, the timer is used to measure the time intervals between the events, and counter is used to count the number of events occurred. This is the main difference between a timer and counter. Then the second difference is, this timer uses a frequency of internal clock. It uses a frequency of internal clock and generates the delay. While a counter uses an external signal to count the pulses. The next difference is, the maximum count rate is 1/12 of the oscillator frequency. At the same time, the counter uses a maximum count rate of 1/24 of the oscillator frequency. The last difference is, for every machine cycle, a register is incremented. At the same time, for a counter, the register is incremented considering
1 to 0 transition. These are the main difference between a timer and a counter. Then timers of 8051 and their associated registers. നമ്മുടെ 8051 ടൈമറിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈമർ 0 ആൻഡ് ടൈമർ 1. രണ്ട് ടൈമേഴ്സ്, ടൈമർ 0യും ടൈമർ 1ഉം 16 ബിറ്റ് വൈഡാണ്. പക്ഷെ നമ്മളുടെ 8051 അതെന്ന് പറയുന്നത് ഫോളോസ് ആൻ ആർക്കിടെക്ചർ ഓഫ് 8 ബിറ്റ്. ഈ 16 ബിറ്റ് വിഡ്ത്തുള്ള നമ്മളുടെ ടൈമർ 0യും ടൈമർ 1നെയും നമ്മൾ ലോ ബൈറ്റ് ടൈമേഴ്സ് എന്നും ഹൈ ബൈറ്റ് ടൈമേഴ്സ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അതായത് ടൈമർ 0 16 ബിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് 8 ബിറ്റിനെ TL0 എന്നും മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 8 ബിറ്റിനെ TH0 എന്നും റെപ്രസെൻ്റ് ചെയ്യും. അതേപോലെ ടൈമർ 1 ആണെന്നുണ്ടെങ്കിൽ 18 ബിറ്റ് ടൈമറിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 8 ബിറ്റിനെ നമ്മൾ TL1 എന്നും മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 8 ബിറ്റിനെ നമ്മൾ TH1 എന്നും ക്ലാസിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻസ്ട്രക്ഷൻ മൂവ് TL0 #4H എന്ന ഇൻസ്ട്രക്ഷൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ 4H എന്ന് പറയുന്ന ഡേറ്റയെ നമ്മൾ ടൈമർ 0ൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 8 ബിറ്റ്സിലാണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെയാണ് നമ്മളുടെ #4H എന്ന് പറയുന്ന ഡേറ്റ, മൂവ് TL0, #4H എന്ന് പറയുന്ന ഡേറ്റ ടൈമർ 0ൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 8 ബിറ്റ്സിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ മൂവ് TL1 #4H എന്ന് പറഞ്ഞാൽ ടൈമർ T1ൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 8 ബിറ്റ്സിലാണ് #4H എന്ന് പറയുന്ന ഡേറ്റ സ്റ്റോർ ആവുന്നത്. അതാണ് മൂവ് TL1, #4H. ഇനി ടൈമർ ഓപ്പറേറ്റിംഗ് മോഡ്സ്. ടൈമർ ഓപ്പറേറ്റിംഗ് മോഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ടൈമർ 0യും ടൈമർ 1ഉം ടൈമർ 0യും ടൈമർ 1ഉം യൂസ് ചെയ്യുന്നത് സെയിം രജിസ്റ്ററാണ് ടു സെറ്റ് ദ വേരിയസ് ടൈമർ ഓപ്പറേറ്റിംഗ് മോഡ്സ്. അതിനെയാണ് നമ്മൾ ടി മോഡ് രജിസ്റ്റർ അല്ലെങ്കിൽ ടൈമർ മോഡ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ. ടി മോഡ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 8 ബിറ്റ് രജിസ്റ്റർ ആണ്, വിച്ച് യൂസസ് lower 4 bit for timer 0 and higher 4 bit for timer 1. അപ്പോൾ ടൈമർ 1നും ടൈമർ 0നും വേണ്ടിയിട്ട് അതിൻ്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്ററാണ് ടി മോഡ് രജിസ്റ്റർ അല്ലെങ്കിൽ ടൈമർ മോഡ് രജിസ്റ്റർ. അതെന്ന് പറയുന്നത് ഒരു 8 ബിറ്റ് രജിസ്റ്ററാണ്. 8 ബിറ്റ് രജിസ്റ്ററിൻ്റെ ലീസ്റ്റ് 4 ബിറ്റ്സ് എന്ന് പറയുന്നത് ടൈമർ 0ന് വേണ്ടിയിട്ടും മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 4 ബിറ്റ് എന്ന് പറയുന്നത് ടൈമർ 1ന് വേണ്ടിയിട്ടുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി
ടി മോഡ് രജിസ്റ്ററിൻ്റെ 8 ബിറ്റ്സ് നോക്കാം. ഇതാണ് M0, M0, M1, C bar T, gate, M0, M1, C bar T, gate. This is for timer 0 and this is for timer 1. M0 എന്ന് പറയുന്നത് മോഡ് ബിറ്റ് 0 ആണ്. M1 എന്ന് പറയുന്നത് മോഡ് ബിറ്റ് 1 ആണ്. C ബാർ T എന്ന് പറയുന്നത് കൗണ്ടർ ബാർ ടൈമർ സെലക്ട് ബിറ്റ് ആണ്. അതായത് ടൈമറിനെയാണോ കൗണ്ടറിനെയാണോ, അതായത് നമ്മളുടേത് ടൈമറായിട്ടാണോ കൗണ്ടറായിട്ടാണോ ഇത് ആക്ട് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് C ബാർ T ബിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫൈനലി ഗേറ്റ്. അതായത് ഗേറ്റ് സെറ്റ് ആണെങ്കിൽ ടൈമർ only runs while INT 0,1 is high. Then set. ഇനി M1ഉം M0ൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് നമ്മളുടെ ഏത് മോഡാണ് നോക്കാം. M1ഉം M0യും രണ്ട് ഇൻപുട്ടും 0 ആണെന്നുണ്ടെങ്കിൽ മോഡെന്ന് പറയുന്നത് ഒരു 13 ബിറ്റ് ടൈമർ മോഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. M10യും M10യും M01ഉം ആണെന്നുണ്ടെങ്കിൽ അതൊരു 16 ബിറ്റ് ടൈമർ മോഡായിരിക്കും വർക്ക് ചെയ്യുന്നത്. M11ഉം M00യും ആണെങ്കിൽ 8 ബിറ്റ് ഓട്ടോ റീലോഡ് മോഡിലായിരിക്കും നമ്മുടെ ടൈമർ വർക്ക് ചെയ്യുന്നത്. ഇനി M1ഉം M0യും 1 ആണെങ്കിൽ അത് സ്പ്ലിറ്റ് മോഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ടൈമേഴ്സിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മോഡ് 0 അല്ലെങ്കിൽ 13 ബിറ്റ് ടൈമർ മോഡ്? 13 ബിറ്റ് ടൈമർ മോഡ് എന്ന് നോക്കാം. അപ്പം ഇതാണ് M0 മോഡ്, M1 മോഡ്, M2 മോഡ് ആൻഡ് ദിസ് ഈസ് M3 മോഡ്. അപ്പോൾ എന്താണ് മോഡ് 0 അല്ലെങ്കിൽ 13 ബിറ്റ് ടൈമർ മോഡ് എന്ന് പറയാം. ടൈമർ 1ഉം ടൈമർ 0യും മോഡ് 0യിലാണെങ്കിൽ 8 ബിറ്റ് കൗണ്ടേഴ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. Both timer 1 and timer 0 in mode 0 operate as 8-bit counters. Both timer 1 and timer 0 in mode 0 operate as 8-bit counters. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ with a divide by 32 pre-scaler എന്നും പറയും. In this mode, this timer register is configured as a 13-bit register consisting of all the 8 bits of TH1 and the lower 5 bits of TL1. അപ്പോൾ മോഡ് 0യിൽ TH1ൻ്റെ 8 ബിറ്റും TL1ൻ്റെ 5 ബിറ്റും കൂടിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് 8 ബിറ്റ് പ്ലസ് 5 ബിറ്റ്സ് ചേർന്നതാണ് ഇവിടെ നമ്മൾ 13 ബിറ്റ് ടൈമർ മോഡെന്ന് പറയുന്നത്. അപ്പം മോഡ് 0യിൽ ടൈമർ 1ഉം ടൈമർ 0യും 8 ബിറ്റ് കൗണ്ടേഴ്സായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 13 ബിറ്റ് ടൈമർ മോഡെന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മോഡ് 0യിൽ TH1ൻ്റെ 8 ബിറ്റും TL1ൻ്റെ
പൈ ബിറ്റുമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് 13 ബിറ്റ് ടൈമർ മോഡ് കിട്ടുന്നത്. നെക്സ്റ്റ് മോഡ് 1 ഓപ്പറേഷൻ. മോഡ് 1നെ നമ്മൾ 16 ബിറ്റ് ടൈമർ മോഡ് എന്ന് പറയും. 16 ബിറ്റ് ടൈമർ മോഡ്. It is a commonly used mode of timer. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സെയിം ആസ് 13 ബിറ്റ് മോഡ് except that 16 bits are used. അപ്പം ഇതൊരു ഫുൾ 16 ബിറ്റ് ടൈമർ ആയതുകൊണ്ട് തന്നെ ദിസ് ടൈമർ may contain up to 65536 distinct values and it will overflow back to 0 after this 65536 machine cycles. ഇതിൻ്റെ സെയിം ഓപ്പറേഷൻ തന്നെയാണ് 13 ബിറ്റ് മോഡിൻ്റെ. പക്ഷേ ഇതിനകത്ത് ഓൾ ദ 16 ബിറ്റ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഫുൾ സ്കെയിലുള്ള 65536 ഡിസ്റ്റിൻറ്റ് വാല്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ ഓവർഫ്ലോ എന്ന് പറയുന്നത് 0-ന്ന് 3536 തിരിച്ച് 0-ലോട്ട് തന്നെ അത് പോകും. നെക്സ്റ്റ് ഇസ് മോഡ് 2 ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് 8-ബിറ്റ് ഓട്ടോ റീലോഡ്. ഈ 8-ബിറ്റ് ഓട്ടോ റീലോഡിൽ നമ്മളുടെ രണ്ട് registers, both the timer registers are configured as 8-bit counters, TL1 and TL0, with automatic reload. Next is mode 3, split timer mode. Mode 3, it is called as split timer mode. ഇപ്പോൾ ടൈമർ മോഡ് 3-നെയാണ് നമ്മൾ സ്പ്ലിറ്റ് ടൈമർ മോഡ് എന്ന് പറയുന്നത്. ഇവിടെ ടൈമർ 0 is placed in mode 3. It becomes two separate 8-bit timers ആയിട്ട് ആക്ട് ചെയ്യും. That is timer 0 TL0 ആയിട്ടും ടൈമർ 1 TH0 ആയിട്ടും ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ both the counters count from 0 to 255 and in case of overflow reset back to 0. When timer 0 is in split mode, then the real timer 1 can be set in mode 0, 1 or 2, but it cannot be started or stopped as the bits that do not that are now linked with TH0. Next is initializing a timer. നമ്മളൊരു ടൈമർ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിനെ ടൈമറിനെ ഇനിഷ്യലൈസ് ചെയ്യണം. ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് മൂവ് ടി മോഡ് #01H.